ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാട്ടത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മായി അങ്ങനെ കുടുംബത്തെ വളരെയേറെ മോശമായി സംസാരിക്കുകയാണ്. എടാ, ഞാൻ പറയുന്നത് കൊണ്ടാണോ? നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ നിൻ്റെ അച്ഛൻ നിൻ്റെ 2 അമ്മമാരെയും കൊന്നെന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് കൊണ്ട് എന്താടാ തെറ്റ്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരുന്നിട്ട് ശങ്കരേട്ടൻ പറയുകയാണ്, ദേ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുക. അമ്പലത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം വരികയാണ് ഇവർ. അതുകൊണ്ട് ഇവരെന്തിനാണ് മനസ്സ് മടുപ്പിക്കുന്ന രീതിയിൽ പറയുന്നത്? കുടുംബവിശേഷങ്ങളല്ലേ കുടുംബത്ത് പോയി പറഞ്ഞാൽ പോരെ? എന്തിനാണ് അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനത്തെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയുന്നത്? മക്കളെ, അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, അതൊന്നും കാര്യമാക്കാനായിട്ട് നിൽക്കണ്ട. നിങ്ങൾ എന്തിനാണോ വന്നത് ആ വഴിപാടുകളെല്ലാം കഴിക്കുക. അതിനുശേഷം കുടുംബത്തിലെ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിധിക്ക് ഒരു ഡൗട്ട്. നിധിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് വന്നിട്ട് നിധിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കുകയാണ്. നിധി ചൂടുവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്ത് പറ്റി? ഇതെന്താ മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് എന്ത് പറ്റാനാണ്, നിങ്ങൾ ആ സ്വാമിയാർ പറഞ്ഞൊന്നും ഓർക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്ത് സ്വാമിയാർ? അല്ല, നിങ്ങളുടെ അമ്മായി എന്തൊക്കെ അനാവശ്യങ്ങളാണ് പറഞ്ഞു കൂട്ടുന്നത്? അമ്മായി എന്തിനു നിങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നത്? എന്ത് ചെയ്യാനാണ്? വർഷങ്ങളോളം ആയില്ല ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. അവരുടെ വായടപ്പിക്കാനായിട്ട് പറ്റുമോ? അടപ്പിക്കണം. അവരോട് ഇനി മേലെ അങ്ങനത്തെ ഉള്ള കാര്യം പറയാനായിട്ട് പാടില്ലെന്ന് പറയണം. അങ്ങനെ അടപ്പിക്കാനായിട്ട് നിങ്ങളെക്കൊണ്ടേ സാധിക്കുള്ളൂ. ഞങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കാനാണ്? അല്ല, അച്ഛൻ അങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കണമെന്നേ. അത് ഞങ്ങളെങ്ങനെ തെളിയിക്കാനാണെന്നേ? ആ അമ്മായി വായ തോന്നിയത് കാര്യങ്ങൾ മുഴുവനും പറയുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും തുള്ളാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നേരെ കുതിര കയറി ചാടും. അതുകൊണ്ട് നമുക്കതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് നിധി, ആവശ്യമുണ്ട്. കുടുംബത്തിലൊരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ കുടുംബം നല്ലതാണെന്നൊക്കെ വരുത്തി തീർക്കണം. ഈ നമ്മുടെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ വാഴില്ലെന്നല്ലേ എല്ലാവരും പറയുന്നത്? പക്ഷേ അങ്ങനൊരു പ്രശ്നമില്ല. പെണ്ണുങ്ങൾ നല്ല സുഖമായിട്ട് തന്നെ അവിടെ ജീവിക്കും എന്നുള്ളൊരു തെളിവ് നിങ്ങൾ കൊടുക്കണം എന്ന് പറയണം. നിധി പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്താ നിധി ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, സുഭാഷ് ഏട്ടൻ്റെ എല്ലാ ദോഷങ്ങളും മാറാൻ, അതായത് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടക്കാൻ ഇവിടെ ഒരു വഴിപാടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെന്താണ് ആ വഴിപാട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹരീഷും നികേഷും ആണെങ്കിൽ അത് ഈ തേങ്ങ ഉടയ്ക്കൽ. അപ്പോൾ സുധീഷാണെങ്കിൽ അതെ തേങ്ങ ഉടയ്ക്കലല്ല, അതായത് കവിളിൽ ശൂലം കയറ്റുക, അതാണ് ആ വഴിപാട്. ഇത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ, വഴിപാടോ? വഴിപാടൊക്കെ ആര് ചെയ്യാനാണ് നിധി? അതെന്നെ കൊണ്ട് ആർക്കെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറ്റും. സുഭാഷ് ഏട്ടന് വേണ്ടി അനിയന്മാരത് ചെയ്യണം എന്ന് പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയല്ലേ, ഞങ്ങൾ ചെയ്യാനോ? അപ്പം നമ്മുടെ സുഭാഷ് ആണെങ്കിൽ വേണ്ട മോളെ, എന്തിനാ മോളെ അങ്ങനത്തെ വഴിപാടുകളൊന്നും കഴിക്കണ്ട. സുഭാഷ് ഏട്ടൻ മിണ്ടാതിരിക്കും. സുഭാഷ് ഏട്ടാ, അങ്ങനെ ഒരു വഴിപാട് കഴിക്കണം. അപ്പോൾ നമ്മുടെ നാരായണേട്ടൻ വരിക. നാരായണേട്ടൻ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതെ ചേട്ടാ, ഇവിടെ ഒരു വഴിപാടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? നമ്മുടെ വീട്ടിലെ ദോഷങ്ങളെല്ലാം മാറി കല്യാണം നടക്കാൻ വേണ്ടി ഒരു വഴിപാടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ശൂലം കുത്തിയുള്ള വഴിപാടല്ലേ? അതെ, ശൂലം കുത്തിയുള്ള വഴിപാട്. ആ വഴിപാട് കഴിച്ചാലേ ഉറപ്പായിട്ടും ഈ ദോഷങ്ങൾ മുഴുവനും മാറും. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴിപാട് നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ്, നിങ്ങളോട് അടുപ്പുള്ള ആൾക്കാർ തന്നെ വേണം ചെയ്യാനായിട്ട്, നിങ്ങളുടെ സ്വന്തം വേണം ചെയ്യാനായിട്ട് എന്നൊക്കെ പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ അനിയന്മാർ ആരെങ്കിലും ചെയ്യണം. അപ്പോൾ നികേഷും ഹരീഷൊക്കെ ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ നിധി പറയണമെങ്കിൽ ഒരു കാര്യം സുധീഷ് തന്നെ ചെയ്യട്ടെ ഈ ഒരു വഴിപാട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിധി എന്താ നിധി പറയുന്നത്? ഞാൻ ചെയ്യാനോ? സുധീഷ് ചെയ്താൽ എന്താ കുഴപ്പം? ചേട്ടൻ്റെ കല്യാണം നടക്കാൻ വേണ്ടില്ലേ? അപ്പം ചേട്ടന് വേണ്ടി ഇങ്ങനൊരു ത്യാഗം ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. സുധീഷ് തന്നെയാണ് ചെയ്യണം. നിധി, അതൊക്കെ ഇതെങ്ങനെ സംഭവിക്കും നിധി? എനിക്കതൊക്കെ പേടിയാ നിധി, ഈ ശൂലം കവളി കൂടി കയറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ശങ്കരേട്ടൻ പറയാണ്, അതെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ശൂലമല്ലേ, അത് ഈ കവളി കൂടി കയറ്റി ഈ കവളി കൂടി എടുക്കും, പിന്നെ ചെറിയൊരു മുറിവുണ്ടാവും, അത് 9 ദിവസം കൊണ്ട് മാറുമെന്നേ. കുറച്ച് ഭസ്മവും മഞ്ഞളൊക്കെ പുരട്ടിയാൽ മതി, അതോടെ അതും മാറും, വലിയ വേദനയൊന്നും ഉണ്ടാവില്ല എന്നും പറയുകയാണ്. ഇത് കേട്ട് നിധിയാണെങ്കിൽ കണ്ടോ, ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ചേട്ടൻ പറയുന്ന പോലെ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി, വേറൊരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ സുധീഷ് അതൊന്നും സമ്മതിക്കും. സുധീഷിനാണെങ്കിൽ ആകെ പേടി തോന്നിയിട്ട് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ദൈവമേ, എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു വഴിപാടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ല. അപ്പോൾ ഇവരെല്ലാം ചെയ്യണമല്ല, ഇതെന്താണ് ഈ ശൂലം കയറ്റൽ? ഇവിടെ പ്രതിഷ്ഠ ദേവിയല്ലേ, അപ്പം ദേവിക്ക് എങ്ങനെ ശൂലം കയറ്റുന്നത്? ദേവി മാത്രമല്ല, ഇവിടെ സുബ്രഹ്മണ്യനുണ്ട്, സുബ്രഹ്മണ്യനും പ്രതിഷ്ഠയാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ വഴിപാടായിട്ടാണ് ശൂലം കയറ്റുന്നത്. സുബ്രഹ്മണ്യനെ 2 ഭാര്യമാരല്ലേ,
അപ്പോൾ സുബ്രഹ്മണ്യന് വേണ്ടി ഈ ഒരു വഴിപാട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ശാന്തി സമാധാനവും, കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കുകയും ചെയ്യും. അങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ ചേട്ടൻ അവിടെ നിന്ന് പോവുക. ചേട്ടൻ പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ, ദേ ആ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ, അപ്പം അങ്ങനെ ഒരു വഴിപാട് കഴിക്കുക സുഭാഷ് ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധി പറയുകയാണ്, നമുക്ക് അത് തന്നെ നടത്തി കളഞ്ഞേക്കാം. അങ്ങനെ ഈ സുധീഷാണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവമേ എന്ത് ചെയ്യും എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയണ, വേണോ മോളെ, ഇതൊക്കെ വേണോ, എൻ്റെ ആവശ്യമുണ്ടോ, ഞാൻ ചെയ്താൽ മതിയെങ്കിൽ ചെയ്യാമായിരുന്നു. അയ്യോ സുഭാഷ് ചേട്ടൻ അത് ചെയ്യാൻ പാടില്ലെന്നല്ലേ പറയുന്നത്, സുഭാഷ് ചേട്ടൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളല്ലേ ചെയ്യേണ്ടത് ഇത്. അപ്പോൾ നമ്മുടെ സുധീഷ് ആണെങ്കിൽ നികേഷിനെ ചൂണ്ടിക്കാണിച്ചിട്ട്, അപ്പം പിന്നെ നികേഷ് എടാ നീ ബന്ധുവല്ലേ, അപ്പം പിന്നെ നിനക്ക് ചെയ്താൽ എന്താ കുഴപ്പം, അല്ല ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഫലങ്ങളുണ്ടാവുമല്ലോ അല്ലേ, അതൊക്കെ ഫലമെന്ന് പറഞ്ഞാൽ 100% ഉറപ്പാണെന്ന് നിധിയും പറയാണ്. എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണെങ്കിലേ സുഭാഷ് ചേട്ടന് വേണ്ടി ആ ഒരു വഴിപാട് ഞാൻ ചെയ്യാം, എൻ്റെ കവളിൽ ശൂലം കുത്തിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാവരും ഞെട്ടിപ്പോകണം. അപ്പോൾ സുധീഷ് പറയാം, വേണ്ട അതൊന്നും വേണ്ട, അതെന്താ, എനിക്കതൊന്നും സാരമില്ലെന്നേ, സുഭാഷിനേട്ടന് വേണ്ടിയല്ലേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ, അപ്പം ഞാനതൊക്കെ ചെയ്തോളാം, ഞാനത് സമ്മതിക്കില്ല എന്ന് സുധീഷ് പറയാം. അങ്ങനെ സുധീഷ് മനസ്സിന്തിക്കുകയാണ്, ഇത് തന്നെയാടാ പറ്റിയ തക്കം, എൻ്റെ കവളിൽ ശൂലം കുത്തി ഇവളുടെ മുന്നിൽ നല്ല ആളായിട്ട് അഭിനയിക്കുകയല്ല, നല്ല ആളാണെന്ന് അവൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ സാവകാശം നിധിയുടെ മനസ്സിലേക്ക് ഞാൻ കടന്നുകൂടി ചെല്ലും. അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ, അവൾ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സുനന്ദ വരികയാണ്. അപ്പോൾ സുനന്ദ വന്നിട്ട്, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുകയായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രിത്തെ ഉറക്കം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സുഭാഷ് ആണെങ്കിലും തീരെ ഉറങ്ങാനായിട്ട് പറ്റിയില്ല, വീട് മാറി വന്നതല്ലേ അതുകൊണ്ട്. അപ്പോൾ സുനന്ദേട്ടത്തി ചുമ്മാ പറഞ്ഞേട്ടൻ നന്നായിട്ട് കിടന്നുറങ്ങി, ചുമ്മാ വിടുവായി പറയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് നാണിച്ചു പോവുക. അപ്പോൾ അതേ ചാന്ദിനി വരുന്നു. ഭയ്യ ഇതേ ഗരം പാനി നെയ് ആരെ എന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ അതെന്താ, ഞാൻ കുടിച്ചതാണല്ലോ, അപ്പോൾ എനിക്ക് ചൂടുവെള്ളം കിട്ടിയല്ലോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സുനന്ദയും പറയണതേ ഞാനും കുടിച്ചാളെ, ഹീറ്ററിൽ നല്ല ചൂടുവെള്ളം വരുന്നുണ്ടല്ലോ. ഇല്ല വരുന്നില്ല എന്ന് ചാന്ദിനി പറയുക. അപ്പോൾ സുനന്ദയാണെങ്കിൽ ശരി എന്നെങ്കിൽ ഞാനൊന്ന് വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സുനന്ദ നേരെ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷും പിന്നാലെ പോവുകയാണ്. അപ്പോൾ ഇവരാണെങ്കിലും പോകുന്ന പോക്ക് കണ്ടില്ലേ. അപ്പോൾ സുധീഷിൻ്റെ മുഖത്തോട്ട് നോക്കി നമ്മുടെ നികേഷ് ശൂലം കുത്തിക്കോ, നല്ല രസമായിരിക്കും, നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കളിയാക്കുകയാണ്. അങ്ങനെ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് സുനന്ദ നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ഹീറ്ററിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ അതേ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ട് ചൂടുവെള്ളം വരാത്തത്. അങ്ങനെ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഓക്കെ ആണല്ലോ, ഇനി ചൂടുവെള്ളത്തിൽ പോയി കുളിച്ചോ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാന്ദിനി അങ്ങോട്ട് പോകാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ തെന്നി ദേ ഇങ്ങനെ വീഴാൻ പോവുകയാണ്. അപ്പോഴേക്കും സുഭാഷ് വട്ടം കയറി പിടിക്കുകയാണ്. ഇത് സുനന്ദ കാണുകയും ചെയ്യാണ്. അങ്ങനെ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ചാന്ദിനിയും സുഭാഷും കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അത് സുനന്ദയ്ക്ക് കുറച്ച് വിഷമമായെങ്കിലും എന്ത് ചെയ്യാനാണ്, ഇനിയിപ്പോൾ സുഭാഷിനെ കല്യാണം കഴിക്കാനൊന്നും പറ്റത്തുമില്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അപ്പോൾ സുഭാഷ് നോക്കി കഴിഞ്ഞപ്പോഴേ സുനന്ദ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സീനാ കാണുന്ന. അയ്യോ അതെ, പിന്നെ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ കാല് സ്ലിപ്പായി, ഞാനപ്പോൾ പിടിച്ചു, അത്രയേ ഉള്ളൂ. പോയി കുളിച്ചു ചാന്ദിനി, ശരി പയ്യ, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ചാന്ദിനി അങ്ങോട്ട് കയറുമ്പോഴും ചാന്ദിനി ഒന്ന് സുഭാഷിനെ നോക്കുക. അപ്പോൾ ചാന്ദിനിയുടെ മനസ്സിലേക്ക് സുഭാഷിനോടുള്ള ഇഷ്ടം ഇങ്ങനെ വരികയാണ്. അപ്പോൾ സുനന്ദയാണെങ്കിൽ ശരിയെന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചാന്ദിനി കുളിച്ചൊക്കെ വരിക. അപ്പോൾ കുളിച്ചെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും ചാന്ദിനിയോട് നമ്മുടെ സുനന്ദ ചോദിക്കുകയാണ്, കുട്ടി ആരാണ്, കുട്ടിയുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എൻ്റെ പേര് ചാന്ദിനി എന്നാണ്. അല്ല സുഭാഷ് ഏട്ടനുമായിട്ട് എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ഭയ്യ അവരുടെ ജോലി ചെയ്യുകയാണ്, എനിക്ക് വീട്ടിലൊരു പ്രശ്നമുണ്ട്, അങ്ങനെ കുറേ ഹിന്ദിയിൽ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുനന്ദയ്ക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴാണ് ആ വഴി നമ്മുടെ നികേഷ് പോകുന്നത്. അപ്പോൾ നികേഷ് ഇനി ഇങ്ങോട്ട് വന്നേടാ, ഈ കുട്ടി ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തൊക്കെയോ ഹിന്ദിയിൽ പറയുന്നു, എനിക്ക് അങ്ങോട്ടൊന്നും മനസ്സിലായില്ല, എന്താണ് പ്രശ്നം. അതായത് ഇത് ചാന്ദിനി, നമ്മുടെ അവിനാഷ് ഭായി ഇല്ലേ, അതിൻ്റെ പെങ്ങളാ, ഇവരുടെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സുനന്ദേച്ചി, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം നിർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പം അമ്പലത്തിൽ വരുമ്പോൾ ചാന്ദിനി അവിടെ ഒറ്റക്കായി പോവില്ലേ, അതുകൊണ്ടാണ് കൂടെ കൂട്ടിയതെന്ന് പറയണം. ആണല്ലേ, അങ്ങനെയാണെങ്കിലേ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നമുക്ക് നടത്തണ്ടേ? നടത്താം. അത് ഈ കുട്ടി നല്ല കുട്ടിയല്ലേ, നല്ല സുന്ദരി കുട്ടിയല്ലേ. അപ്പോൾ ചാന്ദിനി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്.
ആ സുന്ദരിക്കുട്ടിയൊക്കെ തന്നെ അത്ര വലിയ സൗന്ദര്യമൊന്നുമില്ല, എടാ നല്ലതാടാ, കാണാനൊക്കെ നല്ലതാ, നമുക്ക് സുഭാഷ് ഏട്ടനെ കൊണ്ട് കെട്ടിച്ചാൽ എന്നാ കുഴപ്പം? അയ്യോ കല്യാണം അതൊക്കെ വലിയ ഓക്കെ ആണോ എൻ്റെ സുനന്ദേച്ചി? അതൊക്കെ ഓക്കെയാടാ, കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചെന്താ കുഴപ്പം? നല്ല പെൺകുട്ടി, അത് പിന്നെ ഭാഷ അറിയണ്ടേ? എടാ കല്യാണം കഴിക്കണേന് എന്തിനാടാ ഭാഷ അറിയുന്നത്? എൻ്റെ പൊന്നെ സുനന്ദേച്ചി, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ രണ്ടുപേർക്കും ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടേ? അപ്പോൾ ഭാഷ അറിഞ്ഞാലല്ലേ മറുപടി പറയാനായിട്ട് പറ്റുള്ളൂ. എടാ അത് പിന്നെ ഭാഷകളെല്ലാം മനുഷ്യർ പഠിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ കല്യാണം കഴിഞ്ഞാലും സുഭാഷേട്ടൻ സാവകാശം പഠിച്ചെടുത്തോളൂ, അതേപോലെ തന്നെ ചാന്ദിനിയും മലയാളം സാവകാശം പഠിച്ചെടുത്തോളൂന്നേ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ കല്യാണം നടത്തുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ നോക്കാം കല്യാണം നമുക്ക് നോക്കാം, വഴിയെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് അവിടെ നിന്ന് പോവുകയാണ്. സുനന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു ഇവരെ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഖിലിനെയാണ്. അപ്പോൾ അഖിൽ പാഞ്ഞ് വീട്ടിലേക്ക് കയറി വരികയാണ്. എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചപ്പോഴേട്ടാ എനിക്ക് ആകെ ടെൻഷനാവിടാ എന്ന് പറയുകയാണ് ഈ അച്ഛനും അമ്മയും. എന്തിന് ടെൻഷൻ? ഞാൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടത്തണം. അവളോട് പറഞ്ഞോ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞോ? അമ്പലത്തിലേക്ക് വരാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവളോട് എങ്ങനെ പറയുമെന്നറിയില്ല. അവരൊരു 100 ചോദ്യമായിട്ട് വരൂലേ. അവൾ ചോദ്യങ്ങളെല്ലാം ചോദിക്കട്ടെ, പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പറ, മറ്റേ കാറൊക്കെ പണിയിക്കുന്ന അവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാം, എന്താ പോരെ? അപ്പോൾ ആ വീട്ടുകാരെ മുഴുവൻ നമ്മുടെ ബന്ധുക്കാരാം. അയ്യേ വേണ്ടാ, അതൊന്നും വേണ്ട. എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. എൻ്റെ കൂട്ടുകാരൻ അവിടെ വെയിറ്റിംഗ് ആണ്. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനും അമ്മയ്ക്ക് സത്യങ്ങൾ അറിയില്ല. ഞാനിങ്ങനെ നീതുവിൻ്റെ കാര്യമൊന്നും പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അവർക്ക് കുറച്ച് പൈസയും ഒരു ബൈക്കൊക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമുക്ക് സാവകാശം കൊടുക്കാന്നേ. ഇപ്പം അവർ നാട്ടിലില്ല. ആ തക്ക നോക്കി കൂട്ടുകാരൻ്റെയും ഇവളുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നും പറയണേടാ. അപ്പോൾ അവൻ്റെ അമ്മയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്ക് അതൊക്കെ നമുക്ക് വഴി അറിയിക്കാന്നേ. നിങ്ങൾ ആദ്യം അവളെ വിളിച്ചിട്ട് ഒരുങ്ങാനായിട്ട് പറ, അല്ലെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അഖിൽ അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും സുനന്ദേ, എടി സുനന്ദേ എന്ന് പറഞ്ഞ് വിളിക്കുക. സുനന്ദയാണെങ്കിൽ സുനന്ദയല്ല, നമ്മുടെ നീതു എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ നീതു ഈ സമയം തന്നെ ഹരീഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷേ നീ എപ്പോൾ വരും? നാളെ വരുമോ? അതൊന്നും പറയാനായിട്ട് പറ്റില്ല, ചില ചടങ്ങുകളെല്ലാം ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്, അതിനുശേഷം വരുവുള്ളൂ. പക്ഷേ ഇവിടെ നല്ല സ്പോട്ടാണ് കേട്ടോടി. ചില സ്ഥലങ്ങളിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാലേ വരാനായിട്ട് തോന്നൂല, അവിടെ മതി മറന്നങ്ങനെ ഇരുന്ന് പോകൂടി എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇനി പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകാന്നേ, ഇനി ഒരിക്കൽ നമുക്ക് കൊണ്ടുപോകാം. അതെ എനിക്ക് നിന്നെ ഇപ്പോൾ കാണാൻ തോന്നുക, എനിക്കും അതേന്നേ. ഞാനവിടെ വന്നു കഴിഞ്ഞാലേ നിനക്കൊരു ഉമ്മ തരുമോ എന്നൊക്കെ പറയുകയാണ്. അയ്യേ ഉമ്മയോ? എന്താ ഹരീഷ് നാണം വരുന്നുണ്ട്? അല്ല നാണമൊന്നുമില്ല. അപ്പോഴേക്കും സുനന്ദ അല്ല നീതു എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കാം. ഓ എൻ്റെ അമ്മ കിടന്ന് എന്നെ വിളിക്കുന്നുണ്ട്, എന്താണെന്ന് ചോദിച്ചിട്ട് വരട്ടെ, എന്നാൽ പിന്നെ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അങ്ങനെ എന്താ അമ്മ വിളിച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും നീ ഇവിടെ എന്തെടുക്കുക, എത്ര നേരെ വിളിക്കുന്നു? ഞാൻ പാത്രം കഴുകാൻ പറഞ്ഞിട്ട് ഞാൻ കഴുകി വെച്ചു, പിന്നെ എന്താ പ്രശ്നം? അതെ നീ പെട്ടെന്ന് റെഡിയായിട്ട് വന്നേ, അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോകാനോ ഇപ്പോഴോ? എന്തിന്? അതെന്തിനാണെന്ന് പറഞ്ഞാൽ മാത്രം അമ്പലത്തിൽ പോകാൻ പറ്റുള്ളൂ. അതെ. അപ്പം അച്ഛൻ പറയണം മോളെ എനിക്ക് പണ്ടൊരു ആക്സിഡൻ്റ് ആയില്ലായിരുന്നോ, ആ സമയത്ത് ഞാൻ അമ്പലത്തിൽ പോയി നേർന്നതാണ്, അപ്പം അതുകൊണ്ട് ഒന്ന് അമ്പലത്തിൽ പോകണം മോളെ എന്ന് പറയുകയാണ്. ഓ അത് ശരി, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എല്ലാം നിന്നെ അറിയിച്ചിട്ട് വേണോ ചെയ്യാനായിട്ട്? നിനക്ക് വേറൊരു പണിയില്ലേടി, നീ പോയി ഒരുങ്ങിയിട്ട് വാ. ശരി ഒരുങ്ങിയിട്ട് വരതേ, സാരി കൊടുത്തിട്ട് വരണേ. സാരിയോ? എന്തിനിപ്പോൾ സാരിയെ കൊടുത്തിട്ട് വരുന്നത്? അത് പിന്നെ അമ്പലത്തിൽ പോവല്ലേ, ഈ സമയത്തെങ്കിലൊന്ന് സാരി കൊടുക്കുക. എല്ലാവരും സാരി കൊടുത്ത് വരുമ്പോൾ നീ ചുരിദാറും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ മോശമല്ലേ, അതുകൊണ്ട് സാരി കൊടുത്തിട്ട് വാ. ശരി ഓക്കെ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഓട്ടോറിക്ഷ കയറി വരികയാണ്. അച്ഛനാ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. അപ്പോൾ ഈ സമയം തന്നെ കൂട്ടുകാരനെ ഒരിക്കൽ നല്ല മിടുക്കനാക്കി വെച്ചിരിക്കുകയാണ്. എടാ എന്നാലും നീ ഞാൻ പറയുന്നത് പോലെ കേട്ടല്ലോ, എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ നീ താലി കെട്ടാൻ പോവുകയാണല്ലോ. ഒരിക്കലും ആ ഹരീഷ് എന്ന് പറഞ്ഞ ആ നാറി എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പാടില്ല, അത് ഞാൻ സമ്മതിക്കത്തില്ല. എടാ നീ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിനൊരു എതിരഭിപ്രായം ഇല്ലല്ലോ, അതുകൊണ്ട് നീ പറയുന്ന പോലെ തന്നെ കേൾക്കും. എൻ്റെ അച്ഛനമ്മയും ഇല്ല, അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. എടാ അത് വല്ലത് പ്രശ്നമായാലോ? ഒരു പ്രശ്നവും ഇല്ലെന്നേ, നിനക്ക് വേണ്ടിയല്ലേ. ഏതായാലും ആ ഹരീഷ് നിൻ്റെ പെങ്ങക്കടെ കഴുത്തി താലി കെട്ടില്ല, ഞാൻ തന്നെ കെട്ടിക്കോളാം, എന്താ അതുപോലെ? അത് മതി, അതിന് വളരെയേറെ സന്തോഷമുണ്ടെന്നൊക്കെ പറയാം. ഈ സമയം തന്നെ നമ്മുടെ നീതുവും അതേപോലെ തന്നെ അമ്മയും അതേ ആ അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കയറുകയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? കറക്റ്റ് സമയത്ത് നമ്മുടെ ഹരീഷ് എത്തോ അല്ലെങ്കിൽ നീതു അവിടെ കുളം കലക്കോ എന്നൊക്കെ അറിയാനായിട്ട് ഇനിയുള്ള എപ്പിസോഡുകൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.